Nolta and Unitaste co-present Ondanna Ruji, co-powered by Suntips and 916 Cocoa Brand Coconut Oil, special partner Amion, and our dairy partner Payashi, education partner Moonar Catering College. നമസ്കാരം കൂട്ടുകാരെ, ഒന്നൊന്നു രുചിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എന്നത്തെ പോലെ ഇന്ന് നമുക്കൊരു അതിഥിയുണ്ട്. ഇന്നത്തെ അതിഥിയെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. എല്ലാ കുടുംബ പ്രേക്ഷകർക്കും അറിയാവുന്ന, നമ്മളെയൊക്കെ ചിരിപ്പിച്ച് സന്തോഷിപ്പിക്കുന്ന നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ജയകുമാർ ഏട്ടനാണ്. ജയകുമാർ ഏട്ടാ, നമസ്കാരം. നമസ്കാരം. ഒരുപാട് നാളായിട്ട് കാണണമെന്ന് വിചാരിച്ച ഒരാളാണ്. ഇദ്ദേഹത്തെ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മളിവിടെ. ജയേട്ടാ, ആദ്യമൊക്കെ നമ്മൾ പറയുന്നതിന് മുമ്പ് എനിക്ക് കുറേ കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. ഇന്ന് നമ്മുടെ ഒന്നൊന്നു രുചിയിലെ പ്രേക്ഷകർക്കായിട്ട് എന്താണ് ഉണ്ടാക്കുന്നതെന്ന് പറയും. അപ്പം ഞാനിത് അങ്ങയുടെ ഈ പ്രോഗ്രാമിൽ വരുമ്പോൾ എന്തെങ്കിലും ഒരു പുതുമ വേണം എന്നുള്ള കരുതിയിട്ട്. അപ്പം ഇപ്പം എല്ലാവരും ചിക്കനും മട്ടനും അതുകൊണ്ടൊക്കെ എല്ലാം ഉണ്ടാകല്ലേ. ഇത് പഴയ കാലത്തെ, അതായത് ഞാനൊക്കെ എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് കഴിച്ചിരുന്ന ഒരു ഫുഡാണ്. എന്താണ് ആ ഡിഷ്, പറയൂ. ആ ഡിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കപ്പയുണ്ടല്ലോ, അതെ, കപ്പ, നാടൻ കപ്പ. നാടൻ കപ്പയും നമ്മുടെ ഞണ്ടുണ്ടല്ലോ. നിങ്ങൾ കൊല്ലംകാരനാണോ? പിന്നെ സംശയം എന്താ? എന്റെ പൊന്നെ, ഞണ്ടും കപ്പ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഒരുമിച്ച് പഴയ കാലത്തല്ല, ഇപ്പോഴും നമ്മളൊക്കെ കഴിക്കും. പുതിയുള്ളവർക്കൊന്നും അറിയത്തില്ല. ഞണ്ടും കപ്പയൊക്കെ നമ്മുടെ ഒരു പുഴുങ്ങി ഉണ്ടാക്കുന്ന ഡിഷാണ്. പുഴുങ്ങുണ്ട്. ഇനി അതിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ട, ഇൻഗ്രീഡിയൻസ് വരട്ടെ, നമുക്കറിയാം. ജേട്ടാ, പറഞ്ഞ ഇൻഗ്രീഡിയൻസ് എല്ലാം വന്നിട്ടുണ്ട്. ഞണ്ടും കപ്പയാണിന്ന്. ഞണ്ടും കപ്പയെന്ന് കേട്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര കൊതിയായി. നമ്മുടെയൊക്കെ നാട്ടിൽ ചെറുപ്പകാലത്തിലൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന സാധനം. ഇതെങ്ങനെ, ഈ റെസിപ്പിയുടെ കഥ എന്തോ ആദ്യം അത് പറഞ്ഞേ. ഇതിന്റെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇത് നമ്മുടെ 20-ാം നൂറ്റാണ്ടിന്റെ അന്ത്യ ദശകങ്ങളില് എന്റെയൊക്കെ ചെറുപ്പകാലത്ത് ഞങ്ങള് കഴിച്ചിരുന്ന ഒരു ആഹാരമാണ്. ഞണ്ടും കപ്പയും കൂടിയിട്ടുള്ള ഒരു പ്രത്യേക രൂപത്തിലുള്ള ഉണ്ടാക്കുന്നത്. അത് പിന്നീട് 21-ാം നൂറ്റാണ്ടൊക്കെ ആയപ്പോൾ ഇത് അന്യം നിന്ന് പോയി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കിട്ടിയ ഒരു വിഭവമാണ്. എന്തെങ്കിലും ഒരു പേരുണ്ടോ? പിന്നെ ഇതിന്റെ പേരെന്ന് പറഞ്ഞാൽ കപ്പ ഞണ്ട് ഭായി ഭായി. അയ്യോ, ഇതൊക്കെ അടിപൊളി പേര്, കപ്പ ഞണ്ട് ബായ് ബായ്. ജയേട്ടൻ നിങ്ങൾക്കായിട്ട് ഉണ്ടാക്കി തരികയാണ്. അപ്പൊ എങ്ങനെയാണ് ആദ്യത്തെ പ്രോസസ് എന്താണ്? അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ ഈ പേരെന്ന് പറഞ്ഞാൽ എന്റെ ചെറുപ്പത്തിലൊന്നും ഇങ്ങനെ പേരില്ലായിരുന്നു. അതെ, പിന്നെ ഈ പ്രോഗ്രാമിന് വന്നപ്പോ ഇവനൊരു പേരിടണമല്ലോ, അങ്ങനെ ഇട്ടാണ്. അതെ, അല്ല ഇത് പൊട്ടിത്തെറിച്ചെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതെ അതെ. അപ്പൊ നമ്മുടെ ഈ കപ്പ ഞണ്ട് ഭായി ഭായി എന്ന സാധനത്തിന്റെ തുടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മൾ കപ്പ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിക്കുക. അതെ, അരിയല്ല, മുറിച്ചിട്ട് അവന് ഇച്ചിര മഞ്ഞപ്പൊടിയും സ്വല്പം ഉപ്പും ഒക്കെ ചേർത്തിട്ട് ഒരു പകുതി വേവിക്കുക. പകുതി അങ്ങനെ വേവിച്ച് വെച്ചിട്ടുണ്ട്. അതായത് കപ്പ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച്, നമ്മുടെ കപ്പ കുഴയ്ക്കുന്ന പോലുള്ള വലിയ ഈ പുഴുങ്ങിയെടുക്കുന്ന പോലെ സൈസായിട്ട് കട്ട് ചെയ്തിട്ട് മഞ്ഞപ്പൊടിയും ലേശം ഉപ്പ് ഇട്ട് ഒരു ഹാഫ് ബോയിൽ, വെള്ളം ഊറ്റിക്കളഞ്ഞ അതിന്റെ കട്ട് പോകാൻ കയ്പോ അല്ലെങ്കിൽ അതിന്റെ ഒരു കപ്പയ്ക്ക് ഒരു പ്രത്യേക ഒരു ഫ്ലേവർ ഉണ്ട്. അപ്പൊ ആദ്യത്തെ ആ ഒരു ഫസ്റ്റ് ബ്ലാൻഡ് ചെയ്ത് കഴിയുമ്പോൾ അത് മാറി കപ്പയുടെ ആയിട്ട് രുചി പറ്റും. അപ്പൊ ആ രീതിയിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പകുതിയെ വെന്തിട്ടുള്ളൂ. അതെ, അപ്പൊ ഇവനെ ബാക്കി നമ്മുടെ ഞണ്ടിന്റെ കൂടെ ഇട്ട് വേവിക്കണം. ഞണ്ടിന്റെ വെള്ളത്തിൽ വേണം വേവിക്കാൻ, ബാലൻസ് വേഗല്. അപ്പൊ ഇത് വരുന്നു. അതോടൊപ്പം നമ്മൾ ഞണ്ട് ഒന്ന് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് തന്നെ പൊട്ടിച്ചിടണം. അപ്പൊ അതിനു മുമ്പ് നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കപ്പ ഇട്ടിട്ട് അത് ബാക്കിയൊന്ന് വെന്ത് വരണ്ടേ. അതെ, അപ്പൊ ഇതിൽ നിന്ന് കിട്ടുന്ന ഞണ്ടിന്റെ മാത്രം വെള്ളം കൊണ്ട് ഫുൾ വേകാൻ പറ്റത്തില്ല. കുറച്ച് വെള്ളം വേണ്ടി വരും. കുറച്ച് വെള്ളം, കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് അവനെ വേവിക്കാം. ശരി, വെള്ളം ഒഴിക്കാം, ധൈര്യമായിട്ട് ഒഴിക്കാം. പണ്ട് ഇപ്പൊ ഇല്ലാത്തതാണ് ഈ കക്ക ഇറച്ചിയൊക്കെ കിട്ടുമ്പോൾ ഇതേപോലെ കപ്പയായിട്ട് ഇടിച്ചിട്ട് ഉണ്ടാക്കും. അതൊക്കെ അസാധ്യമായ രുചിയാണ്. അതേപോലെ ചെമ്മീനൊക്കെ തലയോടുകൂടി അതിന്റെ ആ ഉള്ളിലത്തെ സംഭവം മാറ്റിയിട്ട് ഇതേപോലെ കപ്പ. എവിടെയാ? എന്റെ വീട് തെക്കും ഭാഗം. ഇത് ഇദ്ദേഹം ഞങ്ങൾ വേറെ കഥയുടെ രണ്ടുപേർക്കും, ഞങ്ങൾക്ക് എനിക്ക് മാത്രമല്ല, ഞങ്ങൾ രണ്ടുപേരും കൊല്ലക്കാരുണ്ട്. അതിന്റേതായ ഐശ്വര്യം നിങ്ങൾക്ക് കാണാൻ പറ്റും. തീർച്ചയായിട്ടും ഉണ്ട്. ഇദ്ദേഹം കരുനാപ്പള്ളിക്കാരനാണ്. അപ്പൊ ഇവിടെ വന്നപ്പോഴാണ് ഈ ഡിഷിന്റെ പേര് കേട്ടപ്പോ തന്നെ ഇതേതോ ഒരു കൊല്ലക്കാരനായിരിക്കും എന്ന് മനസ്സിലായി. എനിക്ക് ആളെ അറിയത്തില്ലായിരുന്നു ഇതിൽ
ട്വിസ്റ്റ് ഉണ്ടല്ലോ. അപ്പോൾ നേരെ ഡിഷിന്റെ പേര് കണ്ടപ്പോൾ മനസ്സിലായി ഏതോ ഒരു കൊല്ലക്കാരനായിരിക്കും ഈ സാധനം കൊണ്ടുവരിക എന്നുള്ളത്. അല്ല, എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഞാനൊക്കെ ഡിഗ്രിക്ക് പഠിക്കുമ്പം കഴിച്ച ഫുഡാണ്. അതെ, അതായത് എൻ്റെ കൂടെ പഠിച്ചിരുന്നത് സ്നേഹജൻ എന്ന് പറഞ്ഞ ഒരു, അപ്പൊ പുള്ളി താമസം കായൽ തീരണ്ട. അതെ. അപ്പൊ അവർക്ക് കൊച്ചുവെള്ളമൊക്കെ ഉണ്ട്, അവർക്ക് ഷാപ്പും ഒക്കെ ഉള്ള കാര്യം. ഓക്കെ. അപ്പൊ പുള്ളിക്ക് ചെറുപ്പത്തിലെ പാചകവും കാര്യങ്ങളും ഒക്കെ അറിയാം. അഭിനയിക്കുന്നുണ്ട്, കുറേ പുതിയ പടങ്ങൾ വരാനുണ്ട്. അതുകൂടാണ്ട് ഇദ്ദേഹം ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ റിട്ടയർഡൊക്കെ ആയിട്ടാണ് ഈ ഒരു കലാപ്രവർത്തനമൊക്കെ ആയിട്ട് നടക്കുന്നത്. ഒരുപാട് നാടകങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കല എങ്ങനെയാണ് ഈ ഒരു മേഖലയിലേക്ക് എത്തിയത്? ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തന്നെ, ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആദ്യത്തെ നാടകത്തിൽ. ഏതായിരുന്നു ആദ്യത്തെ നാടകം? അത് ഏടാകൂടം എന്ന് പറഞ്ഞ നാടകം. ഏടാകൂടം, ഓക്കെ. പ്രൊഫഷണൽ നാടകം? അയ്യോ, അല്ലല്ല. ഞാൻ വിചാരിച്ചു ബാലതാരമായിട്ട് കാണുമെന്ന്. അല്ലല്ല, നമ്മുടെ അധ്യാപകര്, നമ്മുടെ പണിക്കര് സാറ്. ഏത് സ്കൂളിലാണ് പഠിച്ചത്? ഞാൻ വീടിനടുത്ത് തന്നെയുള്ള ഗവൺമെന്റ് SKVUPS, എൻ്റെ കരുതാപ്പള്ളി, എൻ്റെ വീടിനടുത്ത് തന്നെ. അപ്പൊ അങ്ങനെ അന്നാണ് ആദ്യമായിട്ട് ഈ ഏടാകൂടം നാടകത്തിൽ അതിലെ ക്യാരക്ടർ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. WW ഗുരുക്കൾ. എന്ത് കളരിയാണോ? അല്ല, കളരിയൊക്കെ അറിയാവുന്ന ഒരു ക്യാരക്ടർ, നേരിയ കോമഡി ഉള്ള സാധനമാണ്. പിന്നീട് അത് സ്കൂളിലൊക്കെ പോയപ്പോഴും അത് തുടർന്ന് വന്നു. കോളേജിൽ വന്നപ്പോഴും ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഡിഗ്രി ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് കോളേജ്. അപ്പൊ അവിടുത്തെ ബെസ്റ്റ് കൊമേഡിയനും ബെസ്റ്റ് മോണോ ആക്ട്, മിമിക്രി ഇല്ല, പിന്നെ നാടകം, അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടു. പിന്നീട് ഞാൻ BEdനും ഒക്കെ പോയി അധ്യാപകനായിട്ട് കുറച്ചു കാലം എയ്ഡഡ് സ്കൂളിൽ കയറി. അതിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് സർവേ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കിട്ടുന്നത്. അപ്പൊ അങ്ങനെ മറ്റേ ജോലി ഉപേക്ഷിച്ചിട്ട് സർവേ ഡിപ്പാർട്ട്മെന്റ്. അധ്യാപകൻ എന്ന നിലയിൽ നിന്ന് മാറി സർവേയിലോട്ട് വരാനുള്ള കാര്യം എന്താ? പ്രത്യേകിച്ച് ഇതിനകത്ത് കുറച്ച് പ്രൊമോഷൻ സ്കോപ്പുകളും ഒക്കെ ഉണ്ട്. അങ്ങനെ അപ്പൊ അതുകൊണ്ട് അങ്ങനെ മറ്റേതും ഗവൺമെന്റ് തന്നെയാണ് ശമ്പളം തരുന്നത്. എയ്ഡഡ് സ്കൂളായതുകൊണ്ട് മറ്റേ ആനുകൂല്യങ്ങളൊക്കെ. എന്നാലും ഇതാകുമ്പോൾ നമുക്കൊന്ന് മറ്റേത് പെൻഷൻ വരെ അവിടെ തന്നെ ഇരിക്കണം. അതിനെ ചെറുതാക്കി കാണുകയല്ല. ഈ ജോലി കിട്ടിയിരുന്നില്ലെങ്കിൽ അത് നമ്മൾ ഉറപ്പായിട്ടും തിളയ്ക്കുന്നുണ്ട്. ഇച്ചിരി വേവുന്ന സമയത്ത് നമുക്ക് ഞണ്ടിടാം. ഓക്കെ. ഇപ്പോഴത്തെ പുതിയ പ്രൊജക്ടുകൾ ഇപ്പൊ സിനിമയിൽ 2018 അഭിനയിച്ചു. അതുപോലെ പുതിയ 1-2 സിനിമകളൊക്കെ വരാനുണ്ട്. ഒരു സെൻട്രൽ കഥാപാത്രമായിട്ട് വലിയൊരു സിനിമ അല്ലേ അടുത്ത മാസം അത് മിക്കവാറും സ്റ്റാർട്ട് വരുന്നുണ്ട്. പിന്നെ സിനിമയുടെ കാര്യമാണ് അത് സിനിമ നടക്കുമ്പോൾ നടക്കും. അത് നമുക്കെല്ലാം അറിയാലോ. പിന്നെ വരാനുള്ള ഫിലിമുകളുണ്ട്, കുറെ ഫിലിമുകളുണ്ട്. ഇപ്പോൾ ഗരുഡകൽപ്പ കഴിഞ്ഞ മാസം ഡയറക്ട് ചെയ്ത ഗരുഡകൽപ്പ, പിന്നെ പത്മിനി കുഞ്ചോകവൻ പത്മിനി, പിന്നെ പപ്പൻ നരിപ്പറ്റ സംവിധാനം ചെയ്യുന്ന വയസ്സത്രയായി 30 സ്വച്ഛന്ത മൃത്യു എന്ന് പറഞ്ഞത്. അതിനകത്തൊരു സീരിയസ് വേഷമാണ്. ഓക്കെ. അപ്പൊ അങ്ങനെ കുറെ ഫിലിമുകൾ ഇപ്പോൾ വരാനുണ്ട്. തെക്കുംഭാഗല്ലേ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനൊക്കെ ഇടയ്ക്ക് കരുതാപ്പള്ളിയിൽ നിന്ന് അവിടെ ഒന്ന് ഞണ്ട് വാങ്ങിക്കാൻ പറ്റും. ഏറ്റവും നല്ല ഞണ്ട് കിട്ടുന്ന കൊല്ലത്തെ ഒരു സ്ഥലമാണ് ഈ അഷ്ടമുടി കായലിൻ്റെ അടുത്തുള്ള തെക്കുംഭാഗം. അപ്പോൾ നിങ്ങൾ തെക്കുംഭാഗം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഐലൻഡാണ്. അപ്പോൾ അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഈ അഷ്ടമുടി കായലിലെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള കുറേ സീ ഫുഡ് ഉണ്ട്. പ്രത്യേകിച്ച് കൂഴാലി എന്ന് പറഞ്ഞൊരു മീനുണ്ട്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണുന്നവർക്ക് അറിയാം, ഈ കൂഴാലി മീൻ കേരളത്തിൽ ഏക കിട്ടുന്ന ഒരിടം അഷ്ടമുടി കായൽ. അതുപോലെ ഈ കക്കയിറച്ചി നമുക്ക് വേമ്പനാട് കായലിൽ കിട്ടും, വെള്ളയാണി എല്ലായിടത്തും ഉണ്ട്. പക്ഷെ അഷ്ടമുടി കായലിൽ തെക്കുംഭാഗത്ത് കിട്ടുന്ന മഞ്ഞ കല്ലിക്കൊക്കെ ഉണ്ട്. അല്ല, അവിടുത്തെ കരിമീൻ പ്രത്യേകത. കരിമീൻ പിന്നെ രാവിലെ ഞങ്ങളൊക്കെ വന്നിട്ട് ലേലം വിളിച്ചെടുക്കും. ഫ്രഷ് ജീവനുള്ള നല്ല ഓർഗാനിക് ആയിട്ടുള്ള കരിമീനൊക്കെ കിട്ടും. അപ്പൊ നിങ്ങൾക്ക് മീനൊക്കെ വാങ്ങിക്കണം, നല്ല കായൽ മത്സ്യമൊക്കെ കഴിക്കണം എന്നുണ്ടെങ്കിൽ നേരെ തീർച്ചയായിട്ടും തെക്കുംഭാഗത്ത് വരിക. അപ്പൊ നമ്മുടെ കപ്പ വെന്തു വെള്ളമൊക്കെ നിങ്ങൾ പറഞ്ഞ അളവിൽ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഞണ്ട് ചേർക്കാം. യെസ്.
സാധാരണ ഈ ഞണ്ട് അദ്ദേഹം പറഞ്ഞായിരുന്നു ഇങ്ങനെ ഫ്രഷ് എടുത്തിട്ട് ഞണ്ടെടുത്ത് പൊട്ടിച്ചങ്ങിടുകയാണ് കഴുകി അവനെ ആദ്യം കഴുകി ഇവനൊരു പോക്കറ്റ് പോലെ സാധനമില്ല, അതെ, അത് അവനെ ഇളക്കി കളഞ്ഞിട്ട് അവിടെ എല്ലാം ബ്രഷ് വെച്ച് വൃത്തിയാക്കി എല്ലാം കറക്റ്റ് ഇതിലേക്ക് തന്നെ യഥാർത്ഥത്തിൽ പൊട്ടിച്ചു അതിന്റെ ആ വെള്ളം ഫുള്ള് ഇതിനകത്ത് വീഴണം. എന്നാലും നമ്മളിത് എന്നാലും നമുക്ക് അതുപോലെ പൊട്ടിച്ചങ്ങിട്, അതിനകത്തുനിന്ന് വെള്ളം വീഴുന്നുണ്ടല്ലേ. ഇതൊക്കെ കേട്ടാ തോന്നും ചേട്ടൻ നന്നായിട്ട് പാചകിക്കൂ, ഇത്രയും നല്ല ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ പൊട്ടിച്ചിടണം, കപ്പയുടെ കട്ടുപാവം പോവാണ്, ഇതൊക്കെ കേൾക്കുമ്പോൾ തോന്നുന്നു നല്ലൊരു അത്യാവശ്യം ഒരു പാചകക്കാരനാണ്. പാചകിക്കൂ. ഇനി ഞാൻ അനിയനോട് സത്യം പറയൂ, എനിക്ക് പാചകം സത്യമായിട്ടും. എന്നിട്ടാണ് ഈ ഡയലോഗൊക്കെ പഴയകാല റെസിപ്പികളെ കുറിച്ചും അതിന്റെ ചരിത്രം. അല്ല അതിന് കാര്യം അതെല്ലാം അറിയാം അല്ലേ, കഴിക്കാൻ ആഗ്രഹം. അല്ല അത് ഞാൻ എല്ലാം നോൺ വെജ് വിഭവങ്ങളെല്ലാം കഴിക്കും, എനിക്ക് ഇഷ്ടമാണ്. അല്ല ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ കോളേജ് കാലഘട്ടത്തിൽ നമ്മൾ അനുഭവിച്ച ഒരു കാര്യമാണ്. അതെ, അപ്പം നമുക്ക് അതിൻ്റെ ഓർമ്മയുണ്ട്. അല്ലാതെ അത് കാരണമെന്ന് പറഞ്ഞാൽ ചെറുപ്പകാലത്തൊക്കെ അടുക്കളയിൽ ചെന്ന് കയറുമ്പോൾ അമ്മ ഓടിക്കുമായിരുന്നു. ആണോ? പിന്നെ അടുക്കള ഭയമായി, ആമ്പിള്ളാര് അടുക്കള കയറാൻ ഇതുണ്ട ഇങ്ങനെ പൊട്ടിച്ചിടുമ്പോ അതിന്റെ മീറ്റ് ഇതാ മാറി, ഇത് കണ്ട വെള്ളം വീഴുന്നു. ഇതാണ് നേരത്തെ അദ്ദേഹം ഉദ്ദേശിച്ച സംഭവം. ആ കറക്റ്റ് ക്രാബിന്റെ മീറ്റ് ഫ്ലഷ് ആയിട്ട് അതിന്റെ നീരുൾപ്പെടെ ഇങ്ങനെ വീഴുകയാണ്. ഇതിങ്ങനെ സ്റ്റീമായിട്ട് കിട്ടും, അതല്ലേ? പുഴുങ്ങിയ ഞണ്ടിറച്ചിക്ക് ഒരു പ്രത്യേക സ്വാദാണ്, ഫ്രൈ ചെയ്ത ഞണ്ടിന് വേറൊരു സ്വാദാണ്. ആവശ്യമുള്ള ഇതിന്റെ പ്രത്യേകത ഇതിനകത്ത് ഉള്ളി, പച്ചമുളക് അങ്ങനെയുള്ള യാതൊരു സാധനവും. വളരെ ഈ ഞണ്ടും കപ്പ ഉണ്ടെങ്കിൽ വീട്ടിലും ഉപ്പും മഞ്ഞപ്പൊടി ഉണ്ടാവും, കറിവേപ്പിലയും മാത്രം. ഇതിനകത്ത് എണ്ണയില്ല, എണ്ണ വേണമെങ്കിൽ അവസാനം ചേർക്കാം, വെള്ളത്തിൽ പുഴുങ്ങിയെടുക്കണം. മഞ്ഞൾ ഒരു നുള്ളൊരു വേലയിലിരിക്കട്ടെ, എന്തായാലും ഒരു വഴിക്ക് പോകുന്നില്ലേ. പിന്നെ അടിപൊളി. ഈ കോമഡിയിലേക്ക് എങ്ങനെ എത്തപ്പെട്ടു? കോമഡിയിലേക്കെന്ന് പറഞ്ഞാല് നമ്മളിപ്പോ സിറ്റ്കോമുകളില് പ്രത്യേകിച്ച് നമ്മൾ അഭിനയിക്കാറില്ല.
ഒഴിച്ചിട്ട് സൂപ്പ് കറിയാണോ? തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഒരു കറി ഉണ്ടാക്കും. അതെന്റെ ഭാര്യയ്ക്ക് പറയാം, അമ്മ ഉണ്ടാക്കുമായിരുന്നു. അമ്മയുടെ കയ്യിൽ നിന്ന് എൻ്റെ ഭാര്യ പഠിച്ചു. അവള് അത് ഒഴിക്കുകയും ചെയ്യാം. അത് ഈ കുഞ്ഞു മീനുകൾ എല്ലാം അതിന് ഉപയോഗിക്കാം. പൊടിമീനായിട്ടുള്ള പൊടി മീനുകളെല്ലാം തേങ്ങാപ്പാലിലാണ് അവനെ ഉണ്ടാക്കുന്നത്. പച്ചമുളക് ഇടും, കാന്താരി ഇട്ട് നല്ല. അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഇതാണ്. കറക്റ്റ് ആയത് ഈ ഞണ്ട് ഇത് കണ്ടില്ലേ, ആ സ്റ്റീമിനകത്ത് തന്നെ ഇരുന്ന് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇത് ജസ്റ്റ് കടിച്ചൂറി അതിന്റെ ജ്യൂസ് കൂടെ എടുത്തിട്ട് ഈ കപ്പയായിട്ട് കഴിക്കാന്നുള്ളതാണ്. ഞണ്ടും കപ്പ ബൈ റെഡി ആയി കഴിഞ്ഞു. വളരെ സിമ്പിൾ ആയിട്ട് വേഗത്തിൽ ഒരു അമേസിംഗ് ആയിട്ടുള്ള ഒരു ഡിഷാണ് ജയേട്ടൻ ചെയ്തിരിക്കുന്നത്. വേറെ കൂടുതലൊന്നും പറയാൻ സമയമില്ല, എനിക്കിതൊന്ന് കഴിച്ചു നോക്കാൻ വേണ്ടിയിട്ടാണ്. ആദ്യം കപ്പ നല്ല ചൂടാണ്, അതിൻ്റെയോടൊപ്പം തന്നെ ഞണ്ട്. ഓക്കെ, ഞണ്ടിൻ്റെ ഒരു കാല് ഇതൊക്കെ കിടക്കട്ടെ. ഞണ്ടൊക്കെ കഴിക്കുന്ന നിങ്ങൾക്ക് അറിയാലോ, ജസ്റ്റ് ദൈവത്തിന്റെ സൈഡിലോട്ടൊന്ന് പൊട്ടിക്കുക. പൊട്ടിച്ചു കഴിഞ്ഞാൽ അതിന്റെ കറക്റ്റ് ഫ്ലഷ് ഇങ്ങനെ ഇളകി. ഇതാണ് അതിന്റെ ഫ്ലഷ് വരെ. ഇത് സ്റ്റീം ചെയ്ത ക്രാബിന്റെ മീറ്റാണ്. ഇതിങ്ങനെ അടിപൊളി. ആ സോൾട്ടിന്റെ ഫ്ലേവർ ഉപ്പും കുരുമുളകും മാത്രം അതിന്റെ ആ രുചി. ഞണ്ടിന് സ്വാഭാവികമായിട്ട് ഒരു മധുര രസമുണ്ട് ഞണ്ടിന്റെ ഇറച്ചിക്ക്. അപ്പൊ അത് മാത്രമാണ്. ചേട്ടാ, താങ്ക് യു സോ മച്ച്. നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള വ്യത്യസ്തമായിട്ട് ആളുകൾ കാണാത്തത് അല്ലെങ്കിൽ അതേക്കുറിച്ച് കേൾക്കാത്ത കുറേ ഡിഷ് ഒന്ന് കാണിക്കും. അല്ലാതെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കുറേ സംഭവങ്ങൾ കാണിക്കുന്നതിനെക്കാട്ടി എത്രയോ രസമാണ് പഴയ കാലത്ത് നമ്മുടെ ഈ ഓർമ്മയൊക്കെ വരുന്ന ഒരു സംഭവം. അപ്പോൾ ഇതുപോലുള്ള വീണ്ടും റെസിപ്പിയായിട്ട് ഇവിടെ വരേണ്ടി വരും. ഇത് വന്നതിന് 1.5 രുചിയുടെ വലിയൊരു നന്ദി പറയുന്നു. അപ്പോൾ വെറും കൈയോടെ നന്ദി പറഞ്ഞല്ല, ഇവിടുന്ന് തരാൻ കുറച്ച് സമ്മാനങ്ങളുണ്ട്. അപ്പോൾ ഇതാദ്യം തന്നെ നോൾട്ടയുടെ ഒരു പ്രീമിയം സ്റ്റെയിൻലെസ് സ്റ്റീൽ പാനാണ്, ഫ്രൈയിങ് പാനാണ്. കഴിഞ്ഞിട്ടില്ല, അതവിടെ വെക്കും. അല്ല, ഇതൊന്നും വേണ്ടായിരുന്നു. തീർന്നിട്ടില്ല. നോൾട്ടയുടെ തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഒരു കടായി. ഇനി ഈ കടായിക്കകത്തൊക്കെ വെച്ച് ഈ ഞണ്ടും കപ്പ ഉണ്ടാക്കി നോക്കിക്കോ, അടിപൊളിയായിരിക്കും. തീർന്നിട്ടില്ല, അവിടെ വെക്കൂ. അവിടെ വെച്ചു. പഴശ്ശിയുടെ ഒരു ഗിഫ്റ്റ് ഉണ്ട്. സൺ ടിപ്സിന്റെ ഒരു ഗിഫ്റ്റ്. അല്ല, ഇതെല്ലാം കൂടെ ആവുമ്പോഴേ ഒരു മിനി ലോറി ഇതൊന്നും തീർന്നിട്ടില്ല, ഇനി ഒരു സംഭവം ഉണ്ട്. 916 കോക്കോ ബ്രാൻഡിന്റെ ശുദ്ധമായ ഒരു വെളിച്ചെണ്ണയും കൂടെ. ഇനി കപ്പ ഇതേപോലെ ഒഴിക്കുമ്പോൾ വൈഫിന്റെ അടുത്ത് പറയാ, ഈ വെളിച്ചെണ്ണ എടുത്ത് മേലോട്ട് താളിച്ചു തരാൻ പറയും. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച്. അതിനു മുമ്പ് 2 വാക്ക് നമ്മുടെ 1.5 രുചിയുടെ പ്രേക്ഷകരോട് പറയൂ. ഈ 1.5 രുചി എന്ന പ്രോഗ്രാം സുരേഷ് പിള്ള നയിക്കുന്ന ആ പ്രോഗ്രാം ഞാൻ സ്ഥിരമായിട്ട് കാണുന്നതാണ്. അപ്പം അതുമാത്രമല്ല, അദ്ദേഹത്തിൻ്റെ മറ്റ് ഹോട്ടൽസിലും ഒക്കെ ഞാൻ വല്ലപ്പോഴും കയറാറുള്ളതാണ്. പ്രത്യേകിച്ച് എൻ്റെ ഒരു നാട്ടുകാരൻ എന്ന ലെവല് എനിക്ക് വളരെയധികം സന്തോഷം. ഇനിയും അദ്ദേഹം വളരെയധികം ഉയരങ്ങളിലേക്ക് വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും ഈ പ്രോഗ്രാമിൽ വിളിച്ച നമ്മുടെ ചാനലിലും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും എല്ലാവർക്കും എൻ്റെ സന്തോഷം പങ്കുവെക്കുന്നു. അപ്പം വീണ്ടും ഒരിക്കൽ കൂടി ജയേട്ടന് ഈ വരുന്ന വർഷങ്ങളിലൊക്കെ ഇഷ്ടപ്പെട്ട ഒരുപാട് നല്ല കഥാപാത്രങ്ങളൊക്കെ അഭിനയിക്കാൻ പറ്റട്ടെ. താങ്ക് യു. ഓക്കെ, താങ്ക് യു. നമസ്കാരം. ഇന്നൊരു സിമ്പിൾ റെസിപ്പിയാണ്. ഉരുളക്കിഴങ്ങും പുഴുങ്ങിയ കോഴിമുട്ടയും ബീൻസും കൊണ്ടുള്ള ഒരു സ്റ്റൂ. പ്രഭാത ഭക്ഷണത്തിന് അത്യുത്തമമാണ്. അപ്പം, പുട്ട്, ഇടിയപ്പത്തിനോടൊക്കെ കഴിക്കാൻ പറ്റിയ ഈ റെസിപ്പി എങ്ങനെ ഉണ്ടാകുന്ന നോക്കാം. ആദ്യം തന്നെ നമ്മൾ ഉരുളക്കിഴങ്ങും ചെറിയ ഉള്ളിയും കൂടെ മറിനേറ്റ് ചെയ്ത് കുക്കറിലൊന്ന് ബോയിൽ ചെയ്യണം. എന്നിട്ട് ഇതിൻ്റെ ഒരു മസാല ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ പൊട്ടറ്റോ ചെറിയ കഷ്ണങ്ങളായിട്ട് നമ്മൾ അരിഞ്ഞെടുത്ത് ഒരു കുക്കറിലേക്ക് ഇടുന്നു. അതിനോടൊപ്പം തന്നെ ആവശ്യാനുസരണം അത്രയും തന്നെ അളവിലുള്ള ചെറിയ ഉള്ളി, ഒരു ബേ ലീഫ്, ഒരു സിനമൺ സ്റ്റിക്ക്, കുറച്ച് കറിവേപ്പില, ലേശം ഉപ്പിട്ടു, ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നു. ഇത് വേവാൻ ആവശ്യമുള്ള വെള്ളം ഒഴിക്കുന്നു. 2 വിസിലിൽ ഉരുളക്കിഴങ്ങ് വെന്ത് കിട്ടും. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ബീൻസ് നെയ്ക്കകത്ത് വരട്ടിയെടുത്ത് അതിൻ്റെ ബാക്കി മസാലയൊക്കെ ചേർത്ത് മുട്ടയും ചേർത്തിട്ടാണ് ഇത് ചേർക്കുക. അപ്പോൾ നമുക്ക് ആദ്യം ബീൻസിനെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ആദ്യത്തെ വിസിൽ വന്നു. 1 വിസിലിനുള്ളിൽ പൊട്ടറ്റോ വേവും. അപ്പോഴത്തേക്ക് നമ്മുടെ സ്റ്റൂവിൻ്റെ മസാല റെഡിയാക്കാം. ആദ്യമായിട്ട് പാൻ ചൂടാക്കി. ഇത് നെയ്ക്കകത്താണ് ചെയ്യുന്നത്. നെയ്യ് ഇഷ്ടമില്ലാത്തവർക്ക് വെളിച്ചെണ്ണ എടുക്കാം, അല്ലെങ്കിൽ ബട്ടർ എടുക്കാം. നെയ്യ് ചൂടാവുമ്പോൾ കുറച്ച് പട്ട, സ്റ്റാർ നൈസ്, പെരിഞ്ജീരകം, ഗ്രാമ്പു, 2 ഏലക്ക ജസ്റ്റ് ഇട്ട് കൊടുക്കണം. അതിനോടൊപ്പം ഒരു സൈഡിലായിട്ട് ഗ്രീൻ ബീൻസ് നമ്മൾ ജസ്റ്റ് ഇതിനകത്ത് നെയ്ക്കകത്ത് വയറ്റിയിട്ടാണ് ഇടുക. ഒരുപാട് കുക്ക് ചെയ്യേണ്ട കാര്യമില്ല. ഇതൊരു ക്രഞ്ചി ആയിട്ട് നമുക്ക് കഴിക്കണം. ബാക്കി ഉരുളക്കിഴങ്ങാണ് നന്നായിട്ട് ഇത് വെന്ത് കിട്ടുക. അപ്പോൾ ഈ ബട്ടറിനകത്ത് ഈ ബീൻസ് നമ്മൾ വയറ്റിയെടുക്കാൻ വേണ്ടി
പച്ചമണമൊക്കെ മാറി നല്ല ക്രഞ്ചി ആയിട്ടുണ്ട്. വെണ്ണയ്ക്കകത്താണ്, ബട്ടറിലോ അല്ലെങ്കിൽ നെയ്ക്കകത്തോ വെളിച്ചെണ്ണയിലോ നിങ്ങൾക്ക് വയറ്റിയെടുക്കാം. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് വയറ്റിയതിനകത്തേക്ക് നമ്മൾ ഈ ബോയിൽ ചെയ്ത പൊട്ടറ്റോയും ചെറിയുള്ളി ഇട്ട് തേങ്ങാപ്പാൽ ഒഴിച്ച് കുരുമുളക് ഇട്ട് ഫിനിഷ് ചെയ്യുന്ന സ്റ്റൂ ആണിത്. ഉരുളക്കിഴങ്ങും ചെറിയ ഉള്ളിയും വെന്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിനുള്ള കുരുമുളക് കൂടെ ചതച്ചതിനകത്തിടുകയാണ്. ഇനി ബോയിൽ ചെയ്ത പൊട്ടറ്റോയും ചെറിയ ഉള്ളിയും. അപ്പോൾ ചെറിയ ഉള്ളി ഇതെല്ലാം കൂടെ ഒന്നുകൂടെ യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ പുഴുങ്ങിയ മുട്ട ചേർക്കുന്നു. കുറുകിയ തേങ്ങാപ്പാലാണ് ചേർക്കേണ്ടത്. പാലൊഴിച്ചതിന് ശേഷം ചെറിയ ഒരു തിള വന്നാൽ മാത്രം മതി. പിന്നീട് നിങ്ങൾക്ക് ഉപ്പ് ഇതിൻ്റെ പരുവം നോക്കുക. ആവശ്യാനുസരണം എരിവ് വേണമെങ്കിൽ കുറച്ച് ബ്ലാക്ക് പെപ്പറോടെ അതിൻ്റെ എൻഡിൽ ചേർക്കാം. വേഗത്തിൽ നമുക്കുണ്ടാക്കാൻ പറ്റുന്ന ഒരു അതീവ രുചികരമായ മുട്ടയും ഉരുളക്കിഴങ്ങും ചെറിയുള്ളിയും ബീൻസും കൂടെ ചേർന്ന തേങ്ങാപ്പാലിൽ ചേർന്ന സ്റ്റൂ ആണ്. നേരത്തെ പറഞ്ഞ പോലെ അപ്പം, പുട്ട്, ഇടിയപ്പം, ചപ്പാത്തിയോടൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഉഗ്രൻ ബ്രേക്ക്ഫാസ്റ്റ് ഡിഷ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. എഗ് പൊട്ടറ്റോ ബീൻ സ്റ്റൂ.